Good morning, dear traders. Welcome back to another video of pre-market analysis by Currency Pips. അപ്പോൾ നമുക്ക് ഇന്നലത്തെ നമ്മുടെ പ്രീ മാർക്കറ്റ് അനാലിസിൻ്റെ റിവ്യൂ പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലെ നമ്മൾ യൂറോ USD പെയർ ഷെയർ, അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെൽസ് ലിക്വിഡിറ്റി എടുത്ത് മാർക്കറ്റ് നല്ലൊരു ഇംബാലൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ ബൈ ചെയ്യണതിൽ അവിടെ ലോജിക്കില്ല. നമ്മൾ പെയർ ഷെയർ ആയിരുന്നു. നമ്മൾ ഷോർട്സ് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത ഏരിയ 4 hour ടൈം ഫ്രെയിമിൽ ഒരു പെയർ ഷെഫീജി ആയിരുന്നു. ഇന്നലത്തെ പ്രീ മാർക്കറ്റ് അനാലിസിസ് കാണാത്തവർ അത് പോയി കാണുക. അത് പോയി കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്നതിൻ്റെ ലോജിക്ക് എന്താണെന്ന് മനസ്സിലാവും. ഓക്കെ, ഇന്നലെ ഞാൻ പറഞ്ഞത് ഈ ഒരു ബെയർ ഷെഫീജി ആയിരുന്നു. എക്സാക്ട്ലി മാർക്കറ്റ് ഇന്നലെ ഏകദേശം ഒരു ന്യൂയോർക്ക് ടൈമിലായിരുന്നു ഈ ഒരു ബെയർ ഷെഫീജിന്ന് ഫോൾ തന്നേക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒരു 1 hour ടൈം ഫ്രെയിമിലൊക്കെ ഒന്ന് ജമ്പ് ചെയ്ത് നോക്കാം. നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഏകദേശം ന്യൂയോർക്ക് ടൈം 8 മണി 9 മണി ആ ടൈമിലായിരുന്നു മാർക്കറ്റ് ഇതിലേക്ക് കയറിയത്. അപ്പോൾ ഞാൻ ഇന്നലെ ഇവിടെ നിന്നൊരു ഷോർട്ട് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. ബ്രേക്ക് ഡൗൺ വീഡിയോ ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് ഷോർട്ട് എൻട്രി എടുത്തതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ആ അനാലിസിസ് കറക്റ്റായിട്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് ഒരു ഫോളോ കിട്ടിയിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഇന്നെന്തായിരിക്കും അടുത്തതായിട്ട് ഗോൾഡിൽ നടക്കാൻ പോണത് എന്നാണ് നമ്മുടെ ആൻറ്റിസിപ്പേഷൻ. നമുക്ക് നോക്കാം എന്തായിരിക്കും ഗോൾഡിൻ്റെ അവസ്ഥ. ഗോൾഡല്ല, യൂറോ USD. ഓക്കെ, യൂറോ USD ഇനി അടുത്തതായിട്ട് ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത് ഈ ഒരു ബെയർ ഷെഫീജിയാണ്. കാരണം നമുക്ക് ഇനി ഇവിടെ പൈസ നോക്കിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ബയാസിന് എഗെയിൻസ്റ്റ് ആയി പോകും. ബയാസിന് എഗെയിൻസ്റ്റ് ട്രേഡ് ചെയ്യണത് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. കാരണം എസ് അടിക്കാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ്. മാർക്കറ്റ് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു കയറാം. ഈ പീഡിമെട്രിക്സ് അറേ ചില സമയത്തൊന്നും ഒബേ ചെയ്ത് വന്നില്ല എന്നും പറയും. ലോവർ ടൈം ഫ്രെയിമിലെ പീഡിമെട്രിക്സ് അറേ കേട്ടോ, ഹൈ ടൈം ഫ്രെയിമിലല്ല. ലോവർ ടൈം ഫ്രെയിമിലെ പീഡിമെട്രിക്സ് അറേ ചില സമയത്ത് ഒബേ ചെയ്തില്ല എന്ന് വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 4 hour ടൈം ഫ്രെയിമിൽ നമ്മൾ ആദ്യം പോലെ പറഞ്ഞു വെച്ചാൽ ഫോൾ എക്സ്പെക്ട് ചെയ്ത FEG ഇതായിരുന്നു പീഡിമെട്രിക്സ് അനുസരിച്ച്. പക്ഷെ അത് വന്നില്ല. ഏത് FEG മാർക്കറ്റ് ആക്ടിവേറ്റ് ചെയ്ത് ഈ 4 hour ടൈം ഫ്രെയിമിലെ FEG ആയിരുന്നു. അത് പീഡിമെട്രിക്സ് അറയിൽ പെടാത്ത ഒരു FEG ആയിരുന്നു. എന്നിട്ടും അത് ആക്ടിവേറ്റ് ആയി, മനസ്സിലായില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയണത് ബയാസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ട്രേഡ് ചെയ്യരുത്. ട്രേഡ് എപ്പോഴും ബയാസിന് അനുകൂലമായിട്ട് തന്നെ ചെയ്യാം, മനസ്സിലായി. നമ്മൾ എല്ലാ ദിവസവും ഇൻട്രാഡേ ട്രേഡറാണ് എന്നും പറഞ്ഞ് നമുക്ക് എല്ലാ ദിവസവും ട്രേഡ് ഇരിക്കണമെന്നോ അല്ലെങ്കിൽ ട്രേഡ് കിട്ടണമെന്നൊന്നും ഇല്ല, മനസ്സിലായില്ലേ. നമുക്ക് ആഴ്ചയിൽ ഒരു 1-2 ട്രേഡ് ക്വാളിറ്റി ട്രേഡ്സ് എടുത്താൽ മതി. അത് ദാറ്റ്സ് ഇനഫ്. ഒരു 2-3% നമ്മുടെ ഫണ്ട് അക്കൗണ്ട് ഒരു ആഴ്ചയിൽ അപ്പായി കഴിഞ്ഞാൽ അത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ തന്നെ നമ്മൾ ടോപ്പ് 5% ട്രേഡേഴ്സിൻ്റെ ആ ഒരു ക്ലബ്ബിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. കാരണം 95% ഓഫ് ട്രേഡേഴ്സിനും വ്യൂ ഇല്ല. എവിടെ ബയാസ് എന്താണെന്ന് അറിയില്ല. അവർ ലൂസേഴ്സാണ് 95% ഓഫ് ട്രേഡേഴ്സ്, മനസ്സിലാവും. നമുക്ക് ഒരിക്കലും ട്രേഡേഴ്സ് എന്ന് പറയാൻ പറ്റില്ല, ഗ്യാംബ്ലേഴ്സ് ആണ്. എങ്ങനെ എവിടെ എൻട്രി ചെയ്യണം, എവിടെ എക്സിറ്റ് ചെയ്യണമെന്ന് ഒരു ബോധമില്ലാത്ത ആൾക്കാരാണ്. റിസ്ക് മാനേജ്മെന്റ് അറിയില്ല, പൊസിഷൻ സൈസിങ് അറിയില്ല. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, നമുക്ക് കറക്റ്റായുള്ള പൊസിഷൻ സൈസിങ് ഉണ്ട്, റിസ്ക് മാനേജ്മെന്റ് ഉണ്ട്, മാർക്കറ്റിന്റെ ബയാസ് ഐഡന്റിഫൈ ചെയ്യാനുള്ള നോളജ് നമുക്കുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മാത്രം ട്രേഡുകൾ പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇന്ന് ഞാൻ പറഞ്ഞത് ഓൾറെഡി ഞാനിപ്പോൾ പറഞ്ഞു. ഇതായിരിക്കും ഞാൻ പേഴ്സണലി ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന 1 day ടൈം ഫ്രെയിമിൽ ഈ ഒരു പേർപ്പിൾ കളർ FEG. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഞാൻ യൂറോ USD ഒരു ഫോൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ ഒരു ബെയർ FEG ഇപ്പോൾ ടാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 5 or 15 മിനിറ്റിൽ നമുക്ക് ഇംബാലൻസസ് വല്ലതും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും നോക്കാം. കറൻ്റ്ലി ഇപ്പോൾ ഇംബാലൻസ് ഒന്നും വന്നിട്ടില്ല. വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് നോക്കാം ഇവിടെ ഇംബാലൻസ് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബെയർഷ് ഇംബാലൻസുകൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂറോ USD ഇനി ഇങ്ങോട്ടേക്ക് വരാനുള്ള ചാൻസ് കുറവായിരിക്കും. ഇൻ കേസ് അങ്ങനെ ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും യൂറോ USD ഡൗൺ ആകുന്നതായിരിക്കും വരുന്ന മണിക്കൂറുകളിൽ. അങ്ങനെ ഡൗൺ ആയി കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഇതായിരിക്കും, ഈ ഒരു സ്വിങ്ങിലോ ആയിരിക്കും എൻ്റെ ടാർഗറ്റ് ആക്കി വെക്കാം. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ 1 day ടൈം ഫ്രെയിമിൽ ഒരു ഹോൾ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അടുത്തതായിട്ട് ചെറുതായിട്ടൊരു ഒരു ബുള്ളിഷ് എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ഓർഡർ ബ്ലോക്കിലാണ്. ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ എത്തിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യും. അതായത് ഇവിടെ വന്നിട്ട് ബയേഴ്സ് ചെറുതായിട്ടൊന്ന് സ്റ്റെപ്പിനാവും. ബട്ട് സ്റ്റിൽ അതൊരു ബൈ എടുക്കാനുള്ള ഒരു പെർസ്പെക്റ്റീവ് അല്ല ഞാൻ പറയുന്നത്. ബയേഴ്സ് അടുത്തായിട്ട് സ്റ്റെപ്പിൻ ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി ഉള്ള ഒരു ഏരിയ മാത്രമാണ്. ഏതൊക്കെ? ഒന്ന് ഈ പറഞ്ഞ 4 hour ടൈം ഫ്രെയിമിൽ സെൽസ് ലിക്വിഡിറ്റിയും ഈ 1 day ടൈം ഫ്രെയിമിൽ ബുള്ളിഷ് ഓർഡർ ബ്ലോക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് കറൻലിയുള്ള USD വ്യൂ. നമുക്കിനി ഡോളറിലേക്ക് കിടക്കാം. ഡോളറിലെ അവസ്ഥ എന്താണെന്ന് പറയാം. നമ്മൾ ഡോളറിൽ ഇന്നലത്തെ പ്രീ മാർക്കറ്റ് അനാലിസിസ് കണ്ടവർ മനസ്സിലുണ്ടാവും ഞാൻ ബുള്ളിഷ് ആയിരുന്നു ഡോളറിൽ. അതിൻ്റെ റീസൺ നമുക്കിവിടെ ഒരു സെൽസ് ലിക്വിഡിറ്റി ആൻഡ് മന്ത്ലി OB+ എടുത്തതിന് ശേഷം ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് 4 hour and 1 day ടൈം ഫ്രെയിമിൽ. അത് ബയേഴ്സിന് സ്റ്റെപ്പിനാവാനുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ സ്റ്റിൽ ഞാൻ പറയാം അതിൻ്റെ വ്യൂ എന്താണെന്ന് ഞാൻ ഒന്ന് അനലൈസ് ചെയ്യട്ടെ.
1 ഡേ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ ഇപ്പോഴും ഈ ഒരു പി ഡി മെട്രിക്സ് അറിയാൻ അൺമിറ്റിഗേറ്റഡ് ആണ്. മാത്രമല്ല ഞാൻ പറഞ്ഞൊരു ഏരിയ ഉണ്ടായിരുന്നത് ഈ ഒരു സെൽസ് ലിക്വിഡിറ്റി 4 ഹവർ ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ മനസ്സിലാവും. സെൽസ് ലിക്വിഡിറ്റി വിത്ത് ഇംബാലൻസ് അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാലായിരിക്കും നല്ല ബൈങ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് വന്നിട്ടില്ല, അതിന് മുമ്പ് തന്നെ മാർക്കറ്റ് വീണ്ടും അപ്പായി. സോ ഇനി ഞാൻ പേഴ്സണലി നോക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ ഈ ഒരു യൂറോസിൽ ഒരു ബെയറിഷ് ഇംബാലൻസ് കിട്ടിയ പോലെ ഇവിടെ ഒരു ബുള്ളിഷ് ഇംബാലൻസ്, ഒരു ബുള്ളിഷ് FEG നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അവിടെ വന്ന് ടാപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ അപ്പായിക്കൊണ്ടിരിക്കുന്നത്. സോ ഇത് ഈ ഒരു അപ് ജേർണി കണ്ടിന്യൂ ചെയ്യും ഈ ഒരു ഹൈ വരെ. അപ്പോൾ യൂറോയിലും ഡോളറിലും നമുക്ക് ഒരേപോലത്തെ വ്യൂ ആണ് കിട്ടിയേക്കുന്നത്. സോ ഇൻട്രാഡേ ബേസിസിൽ ഐ ആം ബെയറിഷ് ഓൺ യൂറോ USD ആൻഡ് ബുള്ളിഷ് ഓൺ ഡോളർ. ആൻഡ് ഫൈനലി ഗോൾഡിൽ നമ്മൾ മിനിഞ്ഞാന്ന് പറഞ്ഞൊരു വ്യൂ ഉണ്ടായിരുന്നു. അതായത് നമ്മൾ മിനിഞ്ഞാന്ന് ഈ ഒരു വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാകും ഗോൾഡിൽ വമ്പൻ ഓപ്പർച്യൂണിറ്റി. ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാകും നമ്മൾ ഈ ഒരു ബെയറിഷ് FEGന്ന് നമ്മൾ ഷോർട്ട് ഓപ്പർച്യൂണിറ്റീസ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത്. കാരണം അതായിരുന്നു ഞാൻ പറഞ്ഞ വമ്പൻ ഓപ്പർച്യൂണിറ്റി. അത് നിങ്ങൾ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാകും. കാരണം അവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഷുവറായിട്ട് ഫോൾ ഉണ്ടാവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ ഇന്നലെ വന്നു, മിനിഞ്ഞാന്ന് പറഞ്ഞ ആ ഒരു ഏരിയയിൽ ഇന്നലെയാണ് മാർക്കറ്റ് വന്നത്. ഇന്നലെ വന്നു, ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഫോൾ ആയിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ ഫോൾ ആയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ടാർഗറ്റ് ഏരിയ ചെയ്തായിരുന്നു, അതും ഇന്നലെ തന്നെ റീച്ച് ആയിട്ടുണ്ട്. ഇന്ന് വെളുപ്പിനായിരുന്നു അത് റീച്ച് ആയത്, ഇന്നലെ ഷോർട്ട് ചെയ്തതെങ്കിൽ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഗോൾഡ് പക്ക ബെയറിഷ് തന്നെയാണ്, ഇപ്പോഴും വ്യൂ ചേഞ്ച് ഒന്നുമില്ല. ഇപ്പൊ അടുത്തതായിട്ട് ഗോൾഡിന് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഏരിയ, റെസ്റ്റിംഗ് ഏരിയ, ബയേഴ്സ് സ്റ്റെപ്പിനാവാൻ പോസിബിൾ ആയിട്ടുള്ള ഒരു ഏരിയ 1 വീക്ക് ടൈം ഫ്രെയിമിലെ ഈ ഒരു ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. ഈ ഒരു ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് വരെ ഗോൾഡിൽ ഷോർട്ട് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അതാണ് നമ്മുടെ ബയാസിന് അനുകൂലമായിട്ട് മാത്രം ട്രേഡുകൾ എടുക്കുക, ബയാസിന് അഗെയിൻസ്റ്റ് ആയിട്ട് ട്രേഡുകൾ ഫോക്കസ് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ എത്തുന്ന വരെ ഗോൾഡിൽ ഞാൻ ബെയറിഷ് തന്നെയാണ്. ഇനിയും ബെയറിഷ് ആയിട്ടുള്ള ട്രേഡുകളിലായി ഞാൻ ഫോക്കസ് ചെയ്യുന്നുള്ളൂ ഗോൾഡിൽ. ഞാൻ യൂറോയിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യം ഉണ്ടായിരുന്നു. യൂറോയിൽ പറയാൻ വിട്ടുപോയാലും വേറൊന്നുമല്ല, 1 വീക്ക് ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ യൂറോയിൽ നമുക്കൊരു ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഈ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പിലേക്കുള്ള ജേണിയാണെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാനാണ്. യൂറോ ബെയറിഷ് ആയതിന് വൺ ഓഫ് ദ റീസൺ ഈ ഒരു സെൽ ലിക്വിഡിറ്റി എടുത്തു, ബൈ സെൽ ലിക്വിഡിറ്റി എടുത്തു. ഈ ഒരു ബുള്ളിഷ് ഫെയർ വാല്യൂ ഗ്യാപ്പ് എയിം ചെയ്തുകൊണ്ടുള്ള ഒരു ജേണി തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വെക്കുക യൂറോ ട്രേഡ് ചെയ്യുമ്പോൾ. യൂറോ ആൻഡ് ഗോൾഡ് രണ്ടിൽ ഞാൻ ബെയറിഷ് ആണ്, ഡോളറിൽ ഞാൻ ബുള്ളിഷ് ആണ് ഫോർ ഇൻട്രാഡേ ബേസിസ്. ഓക്കെ, ആൻഡ് ഫൈനലി നമുക്ക് ഇന്നത്തെ ന്യൂസ് കാര്യങ്ങളൊക്കെ നോക്കാം. ഇന്നിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ജൂലൈ 25th ആണ്, 25th ജൂലൈ ആണ്. ഇന്ന് USDയിൽ മാത്രമേ നമുക്ക് ഇന്ന് ന്യൂസുകളുള്ളൂ. നമുക്കിന്നുള്ള 2 ന്യൂസ്, അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസും അഡ്വാൻസ് GDP. ഈ അഡ്വാൻസ് GDP എലോൺ ആയിട്ടുള്ള ഒരു ഡാറ്റ അവൈലബിൾ അല്ല, ഞാൻ ഹിസ്റ്ററി പരിശോധിച്ചതായിരുന്നു. അൺഎംപ്ലോയ്മെന്റ് ക്ലെയിംസ് പറയാനാണെങ്കിൽ നമുക്ക് ഒരു മൊമെന്റം ആൻറ്റിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. അതായത് ഒരു 1 hour 4 hour ടൈം ഫ്രെയിമിലൊക്കെ സ്റ്റോപ്പ് ലോസ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണവരാണെന്നുണ്ടെങ്കിൽ പേടിക്കാനൊന്നുമില്ല, വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ ചാൻസ് ഇല്ല. ബട്ട് ഒരു 1 hour ബിലോ ട്രേഡ് ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ ഞാൻ പേഴ്സണലി നിങ്ങൾക്ക് ട്രേഡ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ആ ഒരു ടൈമിൽ ഒരു സ്പൈക്ക് ഉണ്ടാവും, മനസ്സിലായില്ല? മേ ബി നിങ്ങളുടെ വ്യൂ ബയാസിനനുസരിച്ച് ട്രേഡ് എടുത്തെങ്കിൽ പോലും നിങ്ങൾ എസ് അടിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നിങ്ങളുടെ ഡയറക്ഷനിൽ പോകാനുള്ള ഒരു ചാൻസ് ഈ ഒരു പൊട്ടൻഷ്യൽ ഈ ഒരു ഇതിനുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ലണ്ടനിലായിരിക്കും മെയിനായിട്ട് സ്റ്റിക്ക് ചെയ്തിരിക്കുക. ലണ്ടനിൽ ട്രേഡ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വേറൊരു ന്യൂയോർക്ക് ഞാൻ ഇരിക്കുന്നതായിരിക്കില്ല. സോ ദാറ്റ് ഈസ് ഫോർ ടുഡേ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നാളെ വീക്കെൻഡാണ്, ഫ്രൈഡേ ആണ്. നാളെ നമ്മുടെ ഈ ആഴ്ചത്തെ അവസാനത്തെ പ്രീ മാർക്കറ്റ് അനാലിസിസ് ആയിട്ട് കറൻസി പിപ്സ് എത്തുന്നതായിരിക്കും. അതുവരെ സൈനിങ് ഓഫ് ഫൗസ് ഫ്രം കറൻസി പിപ്സ്.